റിപ്പോർട്ടർ ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് സൈബർ തട്ടിപ്പ് വ്യാപകം. കോടികളാണ് സൈബർ തട്ടിപ്പിലൂടെ നഷ്ടമാകുന്നത്. ഇതുവരെ 41,433 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 764 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് രേഖകളിലുള്ളത്. തട്ടിപ്പ് സംഘത്തിന്റെ വെബ്സൈറ്റുകളും പോലീസ് ആപ്പുകളും പൂട്ടിച്ചു. ഇതുവരെ 7,126 വെബ്സൈറ്റുകളാണ് പൂട്ടിച്ചത്. ആറോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആറോഷിപാൽ, സൈബർ തട്ടിപ്പുകൾക്ക് കയ്യും കണക്കുമില്ല കേരളത്തിൽ. ഓരോ സൈബർ തട്ടിപ്പിന് പിന്നാലെയും വീണ്ടും മറ്റു പലരും പുതിയ സൈബർ തട്ടിപ്പുകളുമായി വലവിരിച്ചു തുടങ്ങുന്നു. നമ്മൾ വലയിൽ വീഴുന്നു. എന്താണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച കണക്കുകൾ പറയുന്നത്? ഡോക്ടർ അരുൺകുമാർ, സംസ്ഥാനത്ത് പ്രതിദിനം നിരവധി സൈബർ തട്ടിപ്പ് കേസുകളാണ് പോലീസിന് ലഭിക്കുന്നത്. സൈബർ പോലീസ് അത് സംബന്ധിച്ച അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. കോടിക്കണക്കിന് രൂപയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ കാലങ്ങളിൽ സൈബർ സാമ്പത്തിക തട്ടിപ്പിലൂടെ ഈ തട്ടിപ്പ് സംഘങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നത്. ഏതാണ്ട് അതിന്റെ കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഏതാണ്ട് 764 കോടി രൂപ ഈ സൈബർ ക്രിമിനലുകൾ സംസ്ഥാനത്ത് നിന്നും തട്ടിച്ചെടുത്തു എന്നാണ് പോലീസിന്റെ കണക്കുകൾ. അതിൽ ഏതാണ്ട് 108.55 കോടി രൂപ സൈബർ പോലീസ് അന്വേഷണത്തിലൂടെ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുവരെ സംസ്ഥാനത്ത് 41,433 സൈബർ കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനു പുറമെ സംസ്ഥാനത്ത് 12,624 മൊബൈൽ ഫോണുകൾ സംസ്ഥാന സൈബർ പോലീസ് ഈ തട്ടിപ്പുകാരുടെ ഫോണുകൾ അത് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ വെബ്സൈറ്റുകളും സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളും ലോൺ ആപ്പുകളടക്കം സൈബർ പോലീസ് കണ്ടെത്തുകയും അത് പൂട്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 7,126 വെബ്സൈറ്റുകളാണ് പൂട്ടിച്ചത്. 436 ലോൺ ആപ്പുകൾ സൈബർ പോലീസ് പൂട്ടിച്ചിട്ടുണ്ട്. അതിനൊപ്പം 6,534 സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളാണ് പൂട്ടിച്ചത്. ഈ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ, ലോൺ ആപ്പുകൾ, വെബ്സൈറ്റുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി സൈബർ തട്ടിപ്പുകൾ നടത്തുന്നത്. ആ തട്ടിപ്പുകൾ ഏറ്റവും കൂടുതൽ ആ തട്ടിപ്പുകാരുടെ വലയിൽപ്പെടുന്നത് അത് മലയാളികളാണ്. അതും അഭ്യസ്തവിദ്യരാണ്. IAS ഉദ്യോഗസ്ഥന്മാരുണ്ട്, മാധ്യമപ്രവർത്തകരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. അങ്ങനെ സമൂഹത്തിന്റെ നാനാ തുറകളിലവർ, അധ്യാപകരടക്കം, അങ്ങനെ പ്രധാനപ്പെട്ട സർക്കാർ ഉദ്യോഗസ്ഥന്മാരടക്കം ഇങ്ങനെ തട്ടിപ്പിന്, സാമ്പത്തിക തട്ടിപ്പിന് പ്രതിദിനം ഇരയാകുന്നുവെന്നാണ് സൈബർ പോലീസിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപക്ഷെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് സൈബർ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഏതായാലും ഈ തട്ടിപ്പുകൾ തടയാൻ ബോധവൽക്കരണമടക്കം സജീവമാക്കുന്നുണ്ട് സൈബർ പോലീസ് സംസ്ഥാനത്ത്. അരുൺകുമാർ, എത്ര ബോധവൽക്കരണം നടന്നാലും എന്നെ തട്ടിപ്പിന് വിധേയമാക്കിക്കോളൂ എന്ന മനസ്ഥിതിയിൽ